ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സ് എന്താണ് കാർഡ്സിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നൽകുന്ന എനർജി മെസ്സേജ് എന്ന് നോക്കാം. Two of Pentacles ആണ്, Justice, Seven of Swords കാർഡ്, Knight of Wands കാർഡ് റിവേഴ്സ് ആണ്, Queen of Cups കാർഡ്, ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു കാർഡും കൂടി എടുക്കാം. Two of Wands കാർഡ്, ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് Two of Pentacles ആണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. Two of Pentacles പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാലൻസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്കൊരു ബാലൻസ് കൊണ്ടുവരികയാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രയർ, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സ് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അവരുടെ കരിയറിനാണ്. ഇന്ന് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യമാകുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം മനസ്സിലാകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൽ അവരുടെ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളെയും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ മുന്നോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ സൈക്കിൾ എന്ന് പറയുന്നത് മുന്നോട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഈ കാർഡിനെ കാണാം. സെക്കൻഡ് കാർഡ് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ കാർഡും പറയുന്നത് ബാലൻസ് തന്നെയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു വിസ്ഡം കാണിക്കുന്നുണ്ട്. ഒരു കർമ്മ എൻഡാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള നോ കോണ്ടാക്റ്റ് എൻഡാകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു സത്യം നിങ്ങളിലേക്ക് അറിയപ്പെടാൻ പോവുകയാണ്. അവർ മറച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിക്ക് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, വാല്യൂ ഉണ്ട് എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരുണ്ട അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹ നിമിഷങ്ങൾ വരാൻ പോവുകയാണ്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എവേക്കനിങ് അവരിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ഈ ബന്ധത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുകയാണ്. ഒരു മോട്ടിവേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുകയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുകയും എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്താ ചെയ്യേണ്ടേ? നിങ്ങളുടെ യൂണിവേഴ്സിൽ, നിങ്ങളുടെ പ്രപഞ്ച ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുക. എല്ലാവർക്കും നെഗറ്റീവ് എനർജി ഉണ്ട്, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ പോസിറ്റീവിനെ മാത്രമേ അട്രാക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിലേക്ക് സാധിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. എന്ത് തന്നെ ആയാലും, നിങ്ങളുടെ പ്രെയർ എന്ത് തന്നെ ആയാലും അത് സാധിച്ചു കിട്ടിയതിന് പ്രപഞ്ച ശക്തിയോട് താങ്ക് യു പറയുക. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ക്വിക്കായിട്ടും സൈലൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ ചേസ് ചെയ്യുന്നു.
നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർ ശ്രമിക്കുന്നു. ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചശക്തി നിങ്ങളെ ഒരുമിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് അവരിൽ മാറ്റം സംഭവിച്ചു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് കുറച്ച് സത്യങ്ങൾ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഡിസിഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലായിരിക്കണം ഒരു ബ്രൈറ്റ് ലൈറ്റ് അവർ കണ്ടിട്ടുണ്ടാവുക. പ്രപഞ്ചശക്തി സാക്ഷിയാണ്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് പ്രപഞ്ചശക്തിക്ക് അറിയാം. ആ യൂണിവേഴ്സാണ് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് കൊടുക്കുന്നതും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരിലേക്ക് ചിന്തകൾ നൽകുന്നതും. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വാൻഡ്സ് കാർഡാണ്. അതും റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവർ പോവുകയാണ്. അൺഫോക്കസ്ഡ് എനർജി എന്നാണ് പറയുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ വരുത്തുന്നുണ്ട്. കാരണം അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളെന്ന വ്യക്തിയോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത്. അതവർ തിരിച്ചറിയുന്നു. അത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് അവരെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഇന്ന് നിങ്ങളെ അത്രമേൽ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ അത്രമാത്രം അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ തനിച്ചാണ്. അവരിലെ വേദന യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏകാന്തത എന്ന് പറയുമ്പോൾ, തനിച്ചിരിക്കുന്ന നിമിഷമെന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം വേദനയാണെന്ന്. നിങ്ങൾ അനുഭവിച്ച അതേ വേദനകൾ ഇന്ന് നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുകയാണ്, അറിയുകയാണ്. കാരണം നിങ്ങളുടെ സ്നേഹം എത്രമാത്രമുണ്ടെന്ന് യൂണിവേഴ്സ് അവരിൽ അറിയിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, നിങ്ങൾ അഫർമേഷൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് എന്താണ്? വലിയൊരു ലവ് സൈനാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് അവരുടെ ഹേർട്ടിനെ ഓപ്പൺ ചെയ്യുകയാണ്. അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുങ്ങാണ്. ഇവിടെ നിങ്ങളോട് തോന്നുന്നത് അത്രമാത്രം സ്നേഹമാണ്. ഇവിടെ ഇൻറ്റ്യൂട്ടീവ് ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. ഡീപ്പ് ലവിനെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായ ആ ഒരു നിമിഷം മുതലാണ് നിങ്ങൾ എത്ര കണ്ട് അവരെ സ്നേഹിച്ചിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഒന്നു ചേരാനായിട്ടുള്ള എല്ലാ നിമിഷവും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഈ സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലയളവാണെന്ന് കരുതുക. ഇവിടെ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. രഹസ്യമെന്ന് പറയുന്നത് നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാണെന്ന് ഈ കാർഡ് പറയുന്നു. ഗോസിപ്പിനെ ഭയന്നുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതെന്ന് പറയുന്നു. ഹിഡൻ ട്രൂത്തിനെയാണ് കാണിക്കുന്നത്.
ഇന്ന് അവർക്ക് മനസ്സിലാകുന്നത് അവരെ തന്നെ ഭയപ്പെടുകയാണ്, അവരുടെ കഴിവിൽ ഭയപ്പെടുകയാണ്. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുള്ളത്? ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സായിട്ട് തന്നെ മാറ്റം വരുത്തിയതായിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ ഭയന്നുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിൻ്റെ വോയിസിനെയാണ് പറയുന്നത്. അവരുടെ മനസ്സിലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്ന വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റുകളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. എല്ലാത്തിനും സാക്ഷി യൂണിവേഴ്സാണ്. ഇവിടെ തെറ്റുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് റിവേഴ്സ് വന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന് മാറ്റം വന്നിട്ടുണ്ട്. ഗോസിപ്പിനെ ഭയന്നുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെങ്കിൽ ഇന്ന് അവരുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു. ആ ഒരു സീക്രട്ടും കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാർഡ് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് വാൻസ് കാർഡാണ്. ഇവിടെ 2 ഓഫ് വാൻസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ 2 വാണ്ടാണുള്ളത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയേറെ ദുഃഖിച്ചിരിക്കുകയാണ്. 2 വാണ്ട്, ഒരു വാണ്ടിനെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. അവരോടുള്ള സ്നേഹത്തെ നിങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളാണ്, നിങ്ങളുടെ കരിയറാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേര് വിദേശത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, എബ്രോഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ കരിയറിനാണ് നിങ്ങളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ അത്രയേറെ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവരെന്ന വാണ്ടിനെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആരുടെ മുന്നിലും തോറ്റു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള സമയം പോലും ചിലപ്പോൾ അവരായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇന്ന് അത്രയേറെ വേദനിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഒന്നിനും കഴിവില്ല എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയിരുന്ന നിമിഷം ഉണ്ടായിരുന്നു. നിങ്ങളുടേതായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞപ്പോൾ, യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഉണർവ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറ്റം കാണിക്കുന്നത്. നിങ്ങൾ അവരെ താൽക്കാലികമായിട്ടാണ് മാറ്റിവെക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടാൻ പോകുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളോട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ കരിയറാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. പാതി വഴിയിൽ നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കോട്ടെ, ആ ആഗ്രഹ പൂർത്തീകരണമാണ് ഇവിടെ ഗ്ലോബ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് തയ്യാറാകൂ എന്നാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. രണ്ട് കാർഡും കൂടി എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് 7 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് കാർഡാണ്. ഈ 2 കാർഡും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ, നിങ്ങൾക്കറിയാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കടമ്പകൾ നിങ്ങൾക്ക് കിടക്കാനുണ്ട്, അഡ്വഞ്ചറായിട്ട് ചെയ്യാനുണ്ട് അല്ലേ? എങ്കിൽ കൂടിയും വരും വരായികൾ അറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ എഫേർട്ടിനെയാണ് കാണിക്കുന്നത്, ഹാർഡ് വർക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ
ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സാഹസികമായിട്ട് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് വരാനായിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകാനായിട്ട്, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒന്നുമല്ലാതായി പോകരുത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള അവസരത്തിനായിട്ടാണ്. ആ അവസരത്തിനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു കല്ലും മുള്ളും ചവിട്ടാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ പ്രപഞ്ചശക്തി അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉറപ്പാണ്, നിങ്ങൾ വീഴാതെ നിങ്ങളെ കാക്കാനായിട്ട് ആ പ്രപഞ്ചശക്തി കൂടെയുണ്ട്. നിങ്ങൾ തോറ്റുപോകില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഇവിടെ ആവശ്യം. ആരൊക്കെ ഈ ബന്ധത്തിൽ എതിർപ്പ് നിന്നാലും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാൻ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വപ്നങ്ങളെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചാണ് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ എനർജി നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയാലേ ആ ഒരു എനർജി അവർക്ക് കിട്ടുള്ളൂ എന്നുള്ള ബോധ്യം അവരിൽ വന്നിട്ടുണ്ട്. ഇവിടെ അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്കുണ്ടാകുന്നുണ്ട്. ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനുമുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എഫ്റ്റിമെൻ്റായി പോവില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. കാരണം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴും എപ്പോഴൊക്കെയോ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വരികയാണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അവരിൽ എക്സൈറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ത് സംഭവിക്കും? എൻ്റെ പേഴ്സണിലേക്ക് ഞാൻ പോകുമ്പോൾ അവരുമായിട്ട് സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ്. അവരാണ് എന്നെ കൂടുതലും സ്നേഹിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഇമോഷൻസ് അവരെ കാണിച്ചിട്ടില്ല. ഞാൻ അത്രമാത്രം എൻ്റെ പേഴ്സണെ സ്നേഹിക്കുന്നു എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലേ, ഇവിടെ നിങ്ങളിൽ മാറ്റം വന്നാലേ യൂണിവേഴ്സ് അവരിലും ഒരു മാറ്റം കൊണ്ടുവരുള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു എനർജിയുള്ള ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകരുത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ആദ്യത്തെ കാർഡ് വയ്ക്കുന്നു. സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്, ഫോർത്ത് കാർഡ്, യൂണിവേഴ്സ് കൂടെ ഉണ്ട്. ഫിഫ്ത്ത് കാർഡ്, സിക്സ്ത് കാർഡ്, സെവൻത്ത് കാർഡ്, ലാസ്റ്റ് കാർഡാണ്. ഓരോ കാർഡായിട്ട് പറയുകയാണ്. നെഗ്ലക്റ്റഡ് എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ ഫെയിൽഡ് ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അവർ പരാജയപ്പെട്ടു എന്നവർ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവരുടെ സ്നേഹമാണ്, അവരുടെ കരുതലാണ്. അത് നിങ്ങൾ ഒത്തിരി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ അർഹിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല, നിങ്ങൾക്കത് തന്നിട്ടില്ല എന്നവർ തിരിച്ചറിയുകയാണ്. അത്
അവരെ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് കാർഡ് ടൈമാണ്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അവർ ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയോ എന്ന് അവർ ഭയക്കുന്നു. കാരണം നിങ്ങളും അവരും സെപ്പറേഷനിലായിട്ട് ചിലപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവാം, കുറച്ചധികം നാളായിട്ടുണ്ടാവാം. ഓവർവെൽംഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഇതിൽ നിന്നുള്ള സമ്മർദ്ദം അവരെ വളരെയേറെ തളർത്തുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ കാണാതിരിക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് സാധിക്കില്ല. നിങ്ങളെ വിഷമിച്ചതിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് ഒരു ചെറിയ ശിക്ഷ കൊടുക്കുന്നുണ്ട്. അവർ സമ്മർദ്ദത്തിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ടാരോ കാർഡ് പറഞ്ഞതുപോലെ അവർ ഭയന്നിരുന്നൊരു കാര്യമാണ് ഗോസിപ്പ്. ഓറക്കിൾ ഡെക്കിലും ഈ കാർഡ് കയറി വന്നിട്ടുണ്ട്. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അപ്പോൾ മറ്റുള്ളവർ എന്തു പറയും എന്നതിൽ അവർ ഭയന്നിരുന്നു. അപ്പോൾ ഗോസിപ്പിനെ തന്നെയാണ് അവർ ഭയന്നിരുന്നത്, സമൂഹത്തെയാണ് ഭയന്നിരുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെയാണ് ഭയന്നിരുന്നത് എന്ന് ഓറക്കിൾ ഡെക്കും പറയുകയാണ്. യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. വളരെ സത്യമായിട്ടുള്ള റീഡിംഗ് ആണ്. വളരെ ജെനുവിനായിട്ട് തന്നെയാണ് ഞാൻ റീഡിംഗ് എടുക്കുന്നതും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാണുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും, ഉറപ്പാണ്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡാമേജ് ആണെന്നാണ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങളെ അത് മനസ്സിലാക്കി തരുന്നു. നിങ്ങളുടെ സ്നേഹം എത്രയെന്ന് മനസ്സിലാക്കി തരുന്നു. കോൺവെർസേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അവർക്ക് നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനുമുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും പറയുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റണ്ണർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. നിങ്ങളിൽ നിന്നും അധികം അവർക്ക് ഇനി ഓടാൻ സാധിക്കില്ല, ഓടി ഒളിക്കാൻ സാധിക്കില്ല. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഡിസഗ്രിമെൻ്റ് എന്നാണ് ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സെപ്പറേഷൻ, ഈ നോ കോണ്ടാക്റ്റ് വന്നത് എന്തുകൊണ്ടൊക്കെ ആയിക്കോട്ടെ, അവരെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് അവർ കരുതാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം. ഗോസിപ്പിനെ മറ്റുള്ളവരെ ഭയന്നിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം, നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം അവർ പോയിട്ടുണ്ടാവുക. ഈ ബന്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളും അവരും ഒരുമിക്കാനുള്ളതാണ്. പ്രപഞ്ചശക്തി നിങ്ങളെ ഒരുമിപ്പിക്കാനുള്ളതാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെ എന്തായി പോവില്ല. ആരൊക്കെ നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാലും ഇത് എന്തായി പോവില്ല. ഇത് ഫ്യൂച്ചറുള്ള ബന്ധമാണ്. ഒരു ടൈം കാർഡ് കൂടി എടുക്കണമെങ്കിൽ എടുക്കാം. നോക്കൂ, ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, കാണുന്നുണ്ടോ? ഓൺ ഡേറ്റ് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ് എന്നാണ്, നിങ്ങളുടെ പിതാവിൻ്റെ ഹെൽപ്പ്, സഹായം പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്.
എല്ലാവർക്കും അല്ല, എല്ലാവരും ഒരേ എനർജി അല്ലല്ലോ. 2 കാർഡും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കാം. ഇൻ 29 ഡേയ്സ് എന്നാണ്, 29 ദിവസം. അപ്പോൾ ഇതിലേത് കാർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. On 9, 18, 27 of this month or next, take your brother or brother-like person help. ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു കാര്യത്തിൽ സഹോദരനോ സഹോദര തുല്യനായിട്ടുള്ള വ്യക്തിയോ നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇൻ 4 months. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റീഡിങ് എടുത്ത സമയത്ത് ഇതിൽ 3 കാർഡ് സെയിം കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇന്നലെയും ഇന്നത്തെയും എനർജി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം. ഇതിൽ ഈ ഫാദേഴ്സ് ഹെൽപ്പ് എന്ന് പറയുന്ന കാർഡ് ഒഴിച്ച് ബാക്കി 3 കാർഡും ഇന്നലെ കയറി വന്നിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇന്നലത്തെ എനർജിയും ഇന്നത്തെ എനർജിയും ഒരുപോലെയായിട്ട് കാണാം. അതിൻ്റെ ബാക്കിയാവാം ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അത്രയും ആത്മാർത്ഥത്തോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. വിശ്വാസമുള്ളവർക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം, ഞാനെന്ന ഗൈഡിലും വിശ്വസിക്കാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.